How much importance should we give to Vastu Shastra in our life? It's an ancient scripture and it has some scientific basis. It says which direction the wind blows, which direction the cosmic energies are moving, and if the door is towards east or north, how it is beneficial. All that is said, Vastu Shastra. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത സയന്റിഫിക് വാസ്തു കൺസൾട്ടന്റും സീനിയർ ആർക്കിടെക്ചർ അധ്യാപകനുമായ ഡോക്ടർ നിശാന്ത് ടോപ്പുജിയാണ്. നമസ്തേ. അദ്ദേഹം കഴിഞ്ഞ 32 വർഷങ്ങളായി വാസ്തുശാസ്ത്രത്തിൽ ഗവേഷണങ്ങൾ നടത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യും. നമസ്തേ. 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 3 ദിവസങ്ങളിലായിട്ട് ഈ ഗംഭീരമായ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ അതിൻ്റെ ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരാളായി മാറുന്ന ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാർ, ജീവൻ സാർ, ഇതെന്താണെന്നറിയോ? നമ്മളെ ലൈഫിൽ അധികം ആളുകൾക്ക് അറിയില്ല. നമ്മളെ ലൈഫിൽ പ്രോബ്ലത്തിന് കാരണം നമ്മളെ വീടും ചുറ്റുപാടുമാണ്. എല്ലാവരും ചിലർ പറയും അത് വിധിയാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കിപ്പം ബോധമുണ്ട് അല്ലേ? നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ഒരു ബോധം ഉണ്ടായില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങണില്ല. അപ്പോൾ ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ട്. നമ്മൾ അതിന് 4 മണിക്കൂറും റിയലി ഡെഡാണ്. ഇപ്പം ജീവൻ സാർ, ജീവൻ എന്ന് പറയുന്ന ആളെപ്പോഴും ഉണ്ടാകുക ഈ ദേഹത്തിന് ബോധം ഉണ്ടെങ്കിൽ അല്ലേ? അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവൻ ജി ഉണ്ടോ? ജീവൻ ജി എപ്പോൾ ഇല്ല. അതായത് നമ്മൾ ആ കോൺഷ്യസ്നെസ് വരുമ്പോഴാണ് നമ്മൾ ഉണ്ടാകുക. അപ്പം നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. അപ്പം നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങേണ്ടത്, അപ്പോൾ ആ ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പിലായോ ശരിക്കും നമ്മൾ മരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരം വെളുപ്പോൾ നമ്മളെ വായുവൊക്കെ നാർന്ന് ഡെഡ് ബോഡി എന്തോ മണക്കില്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ചുറ്റുഭാഗം എങ്ങനെയാണോ ഈ പഞ്ചഭൂതങ്ങളുള്ളത്, അതും നമ്മളെ ശരീരമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. യഥാർത്ഥത്തിൽ വാസ്തു നമ്മളെ സ്വാധീനിക്കുന്ന ആ രീതിയിലാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ കേരളത്തിലെ വിചാരം ഇതൊരു ചുറ്റളവ് നോക്കിയിട്ടൊക്കെയാണ് വാസ്തു താഴെന്നാ. അത് പണ്ടത്തെ ഒരു ശാസ്ത്രീയ രീതിയായിരുന്നു തച്ചുശാസ്ത്രം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ തച്ചുശാസ്ത്രത്തിൻ്റെ ആവശ്യം തച്ചനാണ്. അപ്പോൾ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അതിലുള്ള ഒരു ഭാഗമാണ് അതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ എന്താണ് വേദിക് സിസ്റ്റത്തിൽ എന്താ വാസ്തുവിനെ കുറിച്ച് പറയുന്നത്, അതിൻ്റെ ആചാരങ്ങൾ എന്താണ്, വിധി എന്താണ്, പിന്നെ സയൻറ്റിഫിക്കലി നമുക്കതിനിങ്ങനെ പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ വെറുതെ അല്ല, ഈ ഗ്രന്ഥങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടോടുകൂടെ നമ്മളത് പഠിച്ചെടുക്കും. അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി നമ്മളതിൻ്റെ പ്രൂവ് ചെയ്യുന്ന വിധവും നമ്മൾ പഠിക്കും. പിന്നെ ഇതിൽ നല്ല സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വിടും. കോഴ്സിൽ ചേരുന്ന എല്ലാവർക്കും തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾക്കൊരു ആധികാരികമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണ് യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. ആ റെഫർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അതൊരു ആജീവനാന്തം നമുക്കുള്ളൊരു സമ്പത്ത് തന്നെയാണത്. ഈ കോഴ്സ് തന്നെ അങ്ങനെയാണ് കേട്ടോ. അത് കാരണം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാകെ 3 ദിവസമേ ഉള്ളൂ. പക്ഷേ ഇതൊരു ആജീവനാന്തമുള്ള നമ്മളൊരു കണക്ഷനാണ്. പിന്നെ മോർ ഓവർ ഇത് ആർട്ട് ഓഫ് ലിവിങ് ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാകുമ്പോൾ ഗുരുജിയുടെ ബ്ലെസ്സിങ്സും ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഇതെല്ലാം നമ്മൾ പറയില്ല, ഒരു ഗുരുമുഖത്തു നിന്ന് കിട്ടണം. അതായത് ഒരു 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 ലീനിയേജിൻ്റെ ഭാഗമാകുകയാണ് നമ്മൾ. അപ്പോൾ അതിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മളുടെ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതിനൊക്കെ കൂടി ഒന്നുകൂടി ആധികാരികത വരും, പവർഫുൾ ആകും. അത് മാത്രമല്ല നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. കാരണം വിത്ത് ഗുരുസ് ബ്ലെസ്സിങ്സ് എനിത്തിങ് ഈസ് പോസിബിൾ. ഗുരുവിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവുമ്പോൾ എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വാസ്തു കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുമ്പോഴും വിത്ത് ദാറ്റ് ബ്ലെസ്സിങ്സ് നമുക്ക് എന്താണ് വെച്ചാൽ റിസൾട്ട് കൊടുക്കാൻ പറ്റും ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകുകയും ചെയ്യും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിതിലിപ്പം 19-32 വർഷമായി. ഇപ്പോൾ മുന്നേ ഇത് ചെയ്തിരുന്നു.
പക്ഷേ നമ്മൾ ശ്രീയുടെ അണ്ടറിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ വേറെയാണ്. അതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഭാഗമുണ്ട്, അതൊരു വല്ലാത്തൊരു ഇതാണ്. അത് വാക്കുകൊണ്ട് പറയുന്നതിനെക്കാട്ടി ഉപരി നമ്മൾ അനുഭവിക്കേണ്ട ഒന്നാണ്. ഗ്രേറ്റ്. കോഴ്സിൽ വന്ന് അനുഭവിക്കുക. അതെ, കോഴ്സിൽ വന്ന് അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പറയില്ല ഈ എന്താ അടപ്രഥമൻ കഴിച്ചാൽ നല്ലതാണെന്ന്. പക്ഷെ അടപ്രഥമൻ കഴിക്കാത്ത ഒരാളെടുത്ത് അടപ്രഥമനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുക. അതേമാതിരിയാണ് ഈ കോഴ്സിലൂടെ നമുക്കത് മനസ്സിലാകുമ്പോഴാണ്, പ്രാക്ടീസുകളിലൂടെ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കി ഇത്ര നമ്മൾ കണ്ടു കേട്ടതാണോ വാസ്തുശാസ്ത്രം തിരിച്ചറിയപ്പെടുന്നത് അതിലൂടെ തന്നെ. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര നാളം കാണുന്ന വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളിവിടെ മീഡിയാസിൽ കാണുന്നതും പല ആളുകളും പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിനൊരു പാരമ്പര്യമുണ്ട്, ഇതിനൊരു സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഗ്രന്ഥങ്ങളുടെ ഒരു ബാക്ക് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് വേദിക് വാസ്തുശാസ്ത്രമാണ്. അപ്പോൾ അതിലൂടെ എന്താണെന്ന് വെച്ചാൽ ആധികാരികമായിട്ട് നമ്മൾക്ക് അത് ഉപയോഗിക്കാനുള്ള, ഒന്ന് UGC സർട്ടിഫിക്കറ്റ് കിട്ടും, രണ്ട് ആ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള നോളജാണ് നമ്മൾ ആക്കുന്നത്. ശ്രീ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള UGC അംഗീകാരമുള്ള ഈ കോഴ്സിൻ്റെ ഫീസ് എങ്ങനെയാണ് സാർ? ഫീസ് വരുന്നത് 9558 രൂപയാണ്. അത് ഈ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്. അപ്പോൾ ഫീസും എല്ലാം പബ്ലിഷ് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ്. 9558 രൂപ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് തരും. അതിൽ ഇതായി കഴിഞ്ഞാൽ നേരിട്ട് ഫീസ് പോവുക യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ലിങ്ക് വഴിയാണ് നമ്മൾ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരാൾ ഇതിൽ എന്താ പറയുക അതിൽ ചേരുക. അപ്പോൾ അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ അതിൻ്റെ നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, പിന്നെ അതുമായിട്ട് നമ്മൾ ഈ കോഴ്സിൻ്റെ വെന്യൂവിലേക്ക് വരണം. അതാണ് നിങ്ങൾ അടച്ചിട്ടുണ്ട് ചേരണം, മുന്നേ രജിസ്ട്രേഷൻ ചെയ്താലാണ് കോഴ്സിൽ ചേരാൻ പറ്റുക കേട്ടോ. അപ്പോൾ അന്ന് നിങ്ങൾ കോഴ്സിൽ ഫീ അടച്ചതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടുമായിട്ട് വരും. ഗുഡ്. നിശാന്ത്ജി, നമ്മുടെ അടുത്ത പ്രോഗ്രാം എവിടെയാണ് വരുന്നത്? അടുത്ത പ്രോഗ്രാം വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് കാലടി, ദി ആർട്ട് ഓഫ് ലിവിങ് ആശ്രം കാലടി. ഗുഡ്. നമ്മളെ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ആശ്രമമാണ് അത്. ഒരു വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു മെഡിറ്റേറ്റീവ് ലെവലിൽ നമുക്ക് കോഴ്സ് ആസ്വദിക്കാം. ഇനി എന്നാ വരുന്നത്? ഏത് ഡേറ്റുകളിലാണ്? ഡേറ്റ് വന്നിട്ട് മാർച്ച് 13, 14, 15 3 ദിവസങ്ങളിലായിട്ടാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങും, വൈകിട്ട് 6 മണി വരെ പ്രോഗ്രാം ഉണ്ട്. 3 ദിവസം അങ്ങനെ തന്നെയാണ്. ഇതൊരു ശരിക്കും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരമുള്ളത് ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമാണ്. അതായത് നമ്മളൊരു സബ്ജക്റ്റ് പഠിച്ച് അതിലൊരു പ്രാവീണ്യം നേടുക എന്നാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ അല്ല, ശരിക്കും 9 to 6 എന്നാണ് പ്രോഗ്രാം. പക്ഷേ ഇത് ആശ്രമമായതിനെ കൊണ്ട് ഇവിടെ നിൽക്കണം എന്നുള്ളവർക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ കോഴ്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ ആശ്രമമായതിനെ കൊണ്ട് നമുക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. കോഴ്സ് 9 to 6 ആണ്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് വരാം. ഇനി അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ആശ്രമത്തിൽ തന്നെ നമുക്ക് നിൽക്കാം. ഇവിടെ തന്നെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഭക്ഷണത്തിൻ്റെ സംവിധാനം ഉണ്ട്. കാലടി ആശ്രമത്തിൽ നമുക്ക് അക്കോമഡേഷൻ വളരെ ഭംഗിയായിട്ടുള്ള അക്കോമഡേഷൻ ഉണ്ട്. AC ഉള്ള റൂമുകളുണ്ട്, AC ഇല്ലാത്ത നമുക്ക് പ്രിഫർ ചെയ്യാം. നല്ല സുന്ദരമായ ഭക്ഷണമൊക്കെ ലഭിക്കുന്ന സുന്ദരമായ ഒരു ആശ്രമമാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കാലടി ആശ്രമം. തീർച്ചയായിട്ടും. ഗുഡ്. ഇപ്പോൾ നമ്മളൊരു 3 ദിവസം പരിപൂർണമായും ഈ ശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. ഒരു 3 ദിവസം കൊണ്ട് നമ്മളൊരു വാസ്തുശാസ്ത്ര പണ്ഡിതനായി മാറുക. അതാണ്, വെറുതെ അല്ല, ആധികാരികമായിട്ട് ഒരു UGC സർട്ടിഫൈഡ് ആയിട്ടുള്ള വാസ്തു കൺസൾട്ടൻ്റായി മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. ആർക്കൊക്കെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക? ഇതിന് ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ഇതിന് പറഞ്ഞിട്ടില്ല. അതായത് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്കും ഈ കോഴ്സിൽ പങ്കെടുക്കാം. അപ്പോൾ നമ്മളെ ലാസ്റ്റുള്ള ഏതാണോ എഡ്യൂക്കേഷണൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി വേണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം വാസ്തുശാസ്ത്രത്തിൽ ഇൻട്രസ്റ്റ് വരിക എന്നാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. അത് മാത്രമല്ല, ഇനി ഒരു 60 വയസ്സ് കഴിഞ്ഞാലും ശരി കോഴ്സ് പങ്കെടുക്കാം. അതായത് പ്രായപരിധി ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു സബ്ജക്റ്റിലുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് കാര്യം. അപ്പോൾ ശ്രീ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ
കേരളത്തിൽ ആദ്യമായി UGC അംഗീകാരമുള്ള വാസ്തുശാസ്ത്രത്തെപ്പറ്റി പഠിക്കാൻ അതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയോടൊപ്പം നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും സുന്ദരമായ പെരിയാറിൻ്റെ തീരത്തുള്ള നല്ല അക്കോമഡേഷനും ഭക്ഷണമൊക്കെ ലഭിക്കുന്ന ആലടി ആശ്രമത്തിൽ വെച്ചാകുമ്പോൾ സുന്ദരമായി. അപ്പോൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷണിക്കുന്നു. സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം. ശരി.